ധന്യമോളും വരുണും ഒക്കെ കൂടെ ട്രിപ്പ് പോകുമ്പം അവൻ്റെ കൂട്ടുകാരുടെ കൂടെ ഒക്കെ തോളത്ത് കൈ വിട്ടുകൊണ്ട് നിന്ന് ഫോട്ടോ ഒക്കെ ഇടുന്നില്ലേ, അതിനെക്കുറിച്ച് ബന്ധുക്കളും മറ്റു സ്വന്തക്കാരും ഒക്കെ പലതും പറയുന്നുണ്ട്. അല്ല, ധന്യമോളുടെ ഭാഗത്ത് തെറ്റൊന്നുമില്ല, അതെനിക്കറിയാം, അവളുടെ പ്രകൃതം അങ്ങനെ. പക്ഷേ ആൾക്കാർ അവളെക്കുറിച്ച് അങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല. എൻ്റെ മക്കളെ പറ്റി ആരും ഒന്നും പറയുന്നത് എനിക്കിഷ്ടമല്ല. അതുകൊണ്ടാണ് ഞാൻ അവരോട് ട്രിപ്പിന് പോകണ്ടെന്ന് പറഞ്ഞത്. ആരാ പറഞ്ഞത്? സുമിത്ര. അവൾ രാവിലെ വന്നപ്പോഴാണ് പറഞ്ഞത്, ധന്യമോളെ ഒരൊറ്റ ബന്ധുക്കൾക്കും കണ്ണെടുത്താൽ കണ്ടുകൂടാന്നാ സുമിത്ര പറഞ്ഞത്. അവൾ ഭയങ്കര ഇളക്കക്കാരിയാണെന്ന്. അപ്പോൾ അതാണ് കാര്യം അല്ലേ? അവൾ പറഞ്ഞിട്ടാണ് നീ ട്രിപ്പ് വേണ്ടെന്ന് പറഞ്ഞത്. അവൾ ആരെന്നറിയാമോ? നമ്മുടെ കുടുംബത്തിലെ പാഷാണത്തെ കൃപയാണ്. മനസ്സിലായ? അവളെ വാക്കും കേട്ട് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പിള്ളേരുടെ സന്തോഷത്തിന് കുറയില്ലേ? നിനക്ക് അവളുടെ സ്വഭാവം പറഞ്ഞൂടി. കുത്തിത്തിരിപ്പാണ് അവളുടെ മെയിൻ ഹോബി. അതെനിക്കറിയാം ചേട്ടാ, സുമിത്രയുടെ സ്വഭാവമൊക്കെ അറിയാം. പക്ഷെ ധന്യമോളെ പറ്റി എല്ലാവരും മോശം പറയുന്നത് കേട്ടപ്പോൾ എനിക്കാകെ പ്രയാസമായിപ്പോയി. എൻ്റെ പൊന്നു ബിന്ദു, ആരും ഒന്നും പറഞ്ഞു കാണത്തില്ല. എന്തെങ്കിലും കിട്ടിയാലേ 10 ആക്കി പറയുന്നതാണ് അവളുടെ സ്വഭാവം. ചേട്ടാ, സുമിത്രയ്ക്ക് ഈ കല്യാണത്തിൽ തീരെ താല്പര്യമില്ലായിരുന്നെന്നും ധന്യമോള് ഭയങ്കര ഇളക്കക്കാരിയായിരുന്നെന്നും അവൾ പറഞ്ഞു. അത് കേട്ടപ്പോൾ എനിക്ക് സഹിച്ചില്ല. നമ്മുടെ മോളെ പറ്റി അവൾ അങ്ങനെ പറഞ്ഞ? അവളാണ് വലിയ ഇളക്കക്കാരി. 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ 4 പ്രേമം, 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ 5 പ്രേമം. പിന്നെ എത്രത്തോളം പ്രേമം ഉണ്ടെന്ന് അവൾക്ക് തന്നെ അറിഞ്ഞൂടാ. മനസ്സിലായ? അവൾ ഇങ്ങനെ വല്ലവൻ്റെയും കൂടെ ഒളിച്ചോടി പോകുന്നു വിചാരിച്ച് അച്ഛൻ അവളെ 18 വയസ്സാകുമ്പോഴത്തേക്ക് കെട്ടിച്ചുവിട്ടു. അങ്ങനെയുള്ളവളാണ് നമ്മളെ മോളെ പറ്റി പറഞ്ഞത്. അമ്പടി കേമി, അങ്ങനെയുള്ളവളായി എൻ്റെ മോളെ കുറിച്ച് കുറ്റം പറയുന്നത് കൊള്ളാം. വിഷ്ണുവിൻ്റെ കല്യാണത്തിന് മുൻപേ വരുണിൻ്റെ കല്യാണം കഴിഞ്ഞാൽ അവൾക്ക് ഭയങ്കര കുശുമ്പുണ്ട് കേട്ടോ. കുശുമ്പിന് അവളെ കഴിഞ്ഞേ ഉള്ളൂ, വേറെ ആരും അല്ല ഏട്ടാ. എന്നാലും ഒരു കാര്യമില്ലേ, അവൾ പറഞ്ഞതിലൊരു ചെറിയ കാര്യമുണ്ട്. ഈ ധന്യമോള് വരുണിൻ്റെ കൂട്ടുകാരനൊക്കെ കൂടെ തോളെ കൈയിട്ടുണ്ട് ഫോട്ടോ ഒക്കെ ഇട്ട് അത് നാട്ടുകാരെ മൊത്തം കാണിക്കാൻ എന്തോ ഇൻസ്റ്റയിൽ ഒക്കെ ഇട്ടിരിക്കുക. അതൊക്കെ മോശമല്ലേ? എൻ്റെ മോക്കല്ലേ അതിൻ്റെ മോശം? എല്ലാവരും അവളെ കുറ്റം പറയത്തുള്ളൂ. എൻ്റെ ബിന്ദു, കൂട്ടുകാരൊക്കെ ആകുമ്പോഴേ അവർ ആണെന്നോ പെണ്ണെന്നോ ഇല്ല. മനസ്സിലായില്ലേ? അവർ മനുഷ്യരായിട്ടാണ് കാണുന്നത്. അവർക്ക് പ്രത്യേകിച്ച് വിവേചനമൊന്നുമില്ല. അതൊക്കെ ശരിയാ. പക്ഷെ അപവാദം പറയുന്നവരുടെ വായ മൂടിക്കെട്ടാൻ പറ്റുമോ നമുക്ക്? പറയുന്നവർ പറയട്ടെ. അവരുടെ ചെലവിലൊന്നും അല്ല നമ്മൾ ജീവിക്കുന്നത്. എനിക്ക് വലുത് നമ്മുടെ കുഞ്ഞുങ്ങളാണ്. അവർ എൻജോയ് ചെയ്യട്ടെ. നമുക്ക് ഏതായാലും നമ്മുടെ കാലത്ത് പോകാൻ പറ്റിയില്ല. ആ ഗതി അവർക്ക് വരരുത്. മനസ്സിലായില്ലേ? അവർ എൻജോയ് ചെയ്യട്ടെ.